പിന്നെ ഒരു കിടിലൻ സംഭവം ഉണ്ട്. വീട്ടിൽ വരുമ്പോൾ സർപ്രൈസ് ആയിരിക്കും. ഒന്നും കാണിക്കണ്ട, ആരും കാണത്തൊന്നുമില്ല. പക്ഷേ നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ ഒരു യൂട്യൂബിൽ ആരും ചെയ്യാത്തൊരു സംഭവം, അതായത് യൂട്യൂബർമാർ ആരും ചെയ്യാത്ത, നീ സത്യമായിട്ട് ഞെട്ടും. എന്താണെന്ന് വെച്ചാൽ അത് വീട്ടിൽ വന്നിട്ട് കാണിക്കാം. ഇപ്പം നമ്മൾ നിൽക്കുന്ന എന്താ സ്ഥലപ്പേര്, കായംകുളം ജംഗ്ഷനാണ്. അപ്പം സമയം എത്ര മണിയായി? മൊബൈൽ ഒന്ന് കാണിക്കും. 2:15. ചെറിയ പോണോ ചെറിയ പോണോ? മൊത്തം അങ്ങ് ബമ്പാ. സ്വാഭാവികം. എന്നാ തുറക്ക്. അത് വിളിച്ചട്ടെ. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ അവൻ പറഞ്ഞ് നാളെ. പൂട്ടിയോ? അച്ഛനെന്തി? പൂച്ച കഥ അടയ്ക്കുവാണ്. അമ്മ വന്നേ. മരം കുത്തി. എന്റെ ഭഗവാനെ, എന്റെ പൊന്നാരെ. സർപ്രൈസ് ഇതൊന്നുമല്ല. സർപ്രൈസ് ഇതൊന്നുമല്ല. അച്ഛന്റെ സർപ്രൈസ് ഒന്ന് കാണിച്ചേ. അത് നീ കൊണ്ടുപോയി കാണില്ല. നീ കൊണ്ടുപോയി ബാബാ കയറ്റ് വായിരിക്കും വേണമെങ്കിൽ. പത്തനായിരത്ത് ഒന്ന് മേടിച്ച നല്ല. കായംകുളത്തുനിന്ന് വന്നിട്ട് നേരെ പത്തനായിരത്ത് നിർത്തി. ദാസപ്പൻ വിളിച്ച്. എന്താ പറഞ്ഞ? ദാസപ്പൻ വിളിച്ച് നാളെ ഡ്രൈവിംഗ്. അമ്മയ്ക്ക് അറിയത്തില്ലായിരുന്നു കൊച്ചു വരുന്ന കാര്യം. അപ്പം ഞാൻ നേരെ ദാസപ്പൻ വണ്ടി ഓടിക്കാൻ വിളിച്ച് അങ്ങനെ കലഞ്ഞു പോവാന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ നേരെ കായംകുളത്ത് പോയി കൊച്ചിനെ വിളിച്ചോണ്ട് വന്നത്. അപ്പൊ അമ്മയ്ക്ക് ഒരു സർപ്രൈസ് ആവട്ടെ എന്ന് വെച്ചു. തീർന്നു കേട്ടോ. എനിക്ക് പായസം എനിക്ക് പായസം ഛർദിച്ച് വാരി ഊപ്പാട് വന്ന് കിടക്കുന്നിടത്ത് അത് തിന്ന് ഇനി കുപ്പി വെക്കാൻ. കൊച്ചിലെ കുറിച്ച് മുലപ്പാൽ വരെ പെരക്കി ചുറ്റി നടന്ന് ഛർദിച്ച്. നല്ല കുഴപ്പമില്ല. ഇത് മൊത്തം ഇതിലെ
മറ്റേ ഒരു ഏതോ ഒരു സിനിമയ്ക്കകത്ത് ഒരു പെണ്ണുണ്ടല്ലോ, അവള് ഏതോ ഒരു കൂറ കട കയറി ബിരിയാണി എന്നിട്ട് അവള് വേറെ അടുത്ത് പറയത്തില്ലേ ഇത് നല്ല ബിരിയാണി ആണല്ലോ. പുതിയ കുറെ സിനിമ നടിമാരുണ്ടല്ലോ, പ്രേമലുവിനകത്തൊക്കെ സമയം 4:30 4:30 ആയോ? എന്താ ഉറക്കം? ഓരോ ഏത്തപ്പഴവും തിന്നുന്ന പക്ഷെ രാത്രിയില് ഇങ്ങനെ വായ നോക്കാൻ പോകും, അടിപൊളി സുഖം അല്ലേ? ഓരോരുത്തരും പലയിടത്തും എന്ത് പറ്റത് തൊലി പൊളിക്കാൻ തിന്നു, എനിക്ക് വേണ്ട. പറഞ്ഞു തിന്നു മോനെ. മഞ്ചി എടുത്തോണ്ട് വെച്ചിരുന്നു. അമ്മച്ചി എടുത്തോണ്ട് വെച്ചെങ്കിൽ രണ്ടെണ്ണം തിന്ന, ഒരു കയ്യിൽ ഓരോ മരം വെച്ച്. അതപ്പം ഈ കൈ കൊണ്ട് ഒരെണ്ണം കടിക്കണം, എന്നിട്ട് മറ്റേ കൈ കൊണ്ട് ഒരെണ്ണം കടിക്കണം. അയ്യോ, എന്നാ പിന്നെ അതിന്റെ മണ്ട എടുക്കത്തില്ലായിരുന്നല്ലോ. ആ, എന്നാ നാളെ തിന്നാം കേട്ടോ. നാളെ തിന്നണേ. ചുവന്നപഴവും ഏത്തപ്പഴവും ഒക്കെ ഇരിപ്പുണ്ട്. അനാറ് ഇരിപ്പുണ്ട്, ചോളം ഇരിപ്പുണ്ട്. ചോളം കൊണ്ടൊരു സാധനം ഉണ്ടാവും, ഇത്രയാണോ തീറ്റി? ഞാൻ ഓൾറെഡി തിന്നേ. അത്രയും കളയണ്ടല്ലോ, വിഷമം വന്നു.